ഇന്നലെയാണ് കാത്തിരുന്ന് അവളെ ഒന്ന് കാണാൻ കിട്ടിയത്. നേരെ ചൊവ്വെ കാണാനും മാത്രമൊന്നുമല്ല, കയ്യു മാത്രമേ കണ്ടുള്ളൂ. പണയം വെക്കാൻ ചോദിച്ചിട്ടും തരാതിരുന്ന മോതിരവിരലിലുണ്ടായിരുന്ന തേഞ്ഞു തീരാറായ ചെമ്പിന്റെ നിറമായ മോതിരം കണ്ടതോടെ ഹൃദയത്തിൽ ഒരു കനത്ത തകർച്ച. പണയം വെക്കാതിരുന്നത് നന്നായി, അതുകൊണ്ട് അവളെ അടയാളപ്പെടുത്താൻ. അടയാളം പറഞ്ഞു കണ്ടുപിടിച്ചപ്പോ ഉള്ളിൽ നിന്നൊരു കടൽ തിരയങ്ങ് അടിച്ചു കയറി വന്നു. ഈ കുന്നും മലയും മാത്രം കണ്ടുമടുത്തു. എന്നെ ഒന്ന് കടൽ കാണാൻ കൊണ്ടുപോകുന്ന അവൾ പറഞ്ഞപ്പോൾ, ഞാനല്ലേ നിന്റെ കടൽ എന്നത് എങ്ങനെ പറഞ്ഞുവെന്ന് ഓർമ്മയുണ്ടോ? ഉവ്വ, കരകാണക്കടൽ. തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ കടൽ കാണാത്ത അവളെ കരയെടുത്ത്. കടൽ കാണാൻ കൊതിച്ചവൾ, കരികണ്ണിൽ തേച്ചവൾ, കതിർ പോലെ ഇരുന്നവൾ. ഇനിയിപ്പോ സമയത്ത് വീട്ടിലേക്ക് എത്തണമെന്നില്ല. എവിടേക്കേലും ഇറങ്ങിയാലുടൻ 100 ചോദ്യങ്ങളില്ല. ഞാൻ വീട് വരെ പോയേച്ചും വരാം. എന്റെ കോഴിക്ക് തീറ്റ കൊടുത്തേക്കണം. പക്ഷേ നീ എവിടെയോ പോയി. ഞാൻ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാനും പറഞ്ഞായിരിക്കും അവൾ ഈ തവണയും പോയത്. ഇനിയൊന്നും മിണ്ടിയില്ല, മറുപടിയുമില്ല. ആരോടും മിണ്ടാതെ തനിയെ ജീവിക്കാൻ പഠിക്കണം. ആരുമില്ലാതെ, നാട്ടാരും വീട്ടാരും കൂട്ടാരും ഒന്നുമില്ലാതെ. എത്ര നാൾ കൂടി മരിച്ചു പോകണം? അവളെ കൊണ്ടുപോയ ഇരുട്ട് പേടിയുള്ള മൂത്തോനെയും തനിയെ ഉറങ്ങാൻ പേടിയുള്ള കുഞ്ഞോളെയും മണ്ണിലേക്ക് തന്നെ മടങ്ങണം. ദിവസവും മരിച്ചു പോകണം.